ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. MLA എ രാജ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നല്ലെന്ന വാദം തെളിയിക്കാനുള്ള ബാധ്യത UDF സ്ഥാനാർത്ഥിയായിരുന്ന D. കുമാറിനാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യത എ രാജയ്ക്കല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. തെളിവുകളില്ലാത്തതിനാൽ D. കുമാറിന്റെ വാദമെന്നും രാജയുടെ കുടുംബം കേരളത്തിലേക്ക് കുടിയേറിയതെന്നാണെന്നും വ്യക്തമാക്കാൻ കുമാറിന് കഴിഞ്ഞില്ലെന്നും കോടതി സൂചിപ്പിച്ചിരുന്നു. ദേവികുളത്ത് വ്യാജജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് CPMലെ എ രാജ മത്സരിച്ചതെന്നു കാട്ടി UDF സ്ഥാനാർത്ഥി D. കുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ എ രാജ MLA ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന ബസ്സിന് ഇൻഷുറൻസും പൊല്യൂഷനുമില്ല. 2020 സെപ്റ്റംബർ 12-ന് ഇൻഷുറൻസും 2024 സെപ്റ്റംബർ 18-ന് പൊല്യൂഷനും അവസാനിച്ച ബസ്സിലാണ് വിദ്യാർത്ഥികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. ഈ കാണുന്ന KL 15 97 51 എന്ന KSRTC ബസ്സിലാണ് KSRTCയുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ലൈസൻസിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒറ്റക്കെട്ടായി നല്ലൊരു ലൈസൻസ് എന്ന മുദ്രാവാക്യത്തിന് കൂടെ വന്നു. പക്ഷെ നല്ല നിലവാരമുള്ള ലൈസൻസ് ഉണ്ടാകുന്നു. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഏത് കുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം, അന്തസ്സായിട്ട് അവർ കാർ ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് പുറത്തേക്ക് പോകും. നല്ലൊരു സ്ഥാപനം ഉണ്ടായി. മാത്രമല്ല, ഈ സ്ഥാപനത്തെ വളർത്തുവാൻ വേണ്ടി IDTR മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ഇടപാട് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം അതിന്റെ ഒരു സബ് സെന്ററായി നമ്മുടെ KSRTCയുടെ ട്രെയിനിങ് സെന്ററിനെ മാറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ തന്നെ പരിവാഹൻ ആപ്പ് പരിശോധിച്ചാൽ ഈ വാഹനത്തിന് 2020 സെപ്റ്റംബർ 12-ന് ഇൻഷുറൻസും 2024 സെപ്റ്റംബർ 18-ന് പൊല്യൂഷനും അവസാനിച്ചതറിയാം. വലിയ പ്രഖ്യാപനം നടത്തുകയും നടപ്പിലാക്കുകയും ചെയ്ത ഗതാഗത വകുപ്പും റോഡുകളിൽ പരിശോധന നടത്തുന്ന RDA വകുപ്പും അവരുടെ വാഹനത്തിൽ തന്നെ നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ കാണുന്നില്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുനിരത്തിൽ പൊതുജനങ്ങളുടെ വാഹനങ്ങൾ പിടിക്കാൻ നിൽക്കുന്ന RDA ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ഈ വാഹനവും കാണേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനൂജാനാവൂരിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.